ഈ RSS ഈ രീതിയിൽ വളർന്ന് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ എൻ്റെ കുലം തന്നെ ഇല്ലാതെയാവുമോ എന്നൊരു ഭയം അവർക്കുണ്ടായി കാണുന്നു. ആ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള പുസ്തകത്തിന്റെ പേര് തന്നെ ഏതാണ്? മരണത്തെ വെല്ലുവിളിച്ചവർ. ഇപ്പം അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കാര്യം അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയും തെരഞ്ഞെടുപ്പ് പ്രശ്നം അയോഗ്യയൊക്കെ ചെയ്തെങ്കിലും ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആയിരുന്നില്ല വിഷയം. ഇന്ദിരാഗാന്ധിക്കുള്ള വിഷയം RSS ആണ്. പക്ഷെ അവരൊരു ദീർഘവീക്ഷണമുണ്ട്, സ്ത്രീയാണ്. അവർക്കറിയാം ഇത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചുള്ള ഇന്ദിരാഗാന്ധി സ്വയം വിലയിരുത്തുന്നുണ്ടാവും. ഞാൻ ഗാന്ധി കുടുംബത്തിൽപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ മകളാണെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റ ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. ഈ RSS ഈ രീതിയിൽ വളർന്ന് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ എൻ്റെ കുലം തന്നെ ഇല്ലാതെയാവുമോ എന്നൊരു ഭയം അവർക്കുണ്ടായി കാണുന്നു. ആ ഭയത്തിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും RSSനെ നിരോധിച്ചതും. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ ആ ശ്രമം വിഫലമായി എന്ന് പറയേണ്ടി വരില്ല. കാരണം വിഫലമായി പോയി. കാരണം ഇന്ദിരാഗാന്ധി പ്രതീക്ഷിച്ചതല്ല നിന്നത്. സംഘത്തിന്റെ പ്രവർത്തനം മറ്റൊരു വഴിക്ക് വേഗം തിരിച്ചു വിട്ട് കളഞ്ഞു. ഇത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. RSS ഇങ്ങനെ സമരത്തിന് വരുമെന്നോ RSSന്റെ പ്രവർത്തകർ മരണത്തെ വെല്ലുവിളിക്കുന്നവരാണെന്നോ ആ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള പുസ്തകത്തിന്റെ പേര് തന്നെ ഏതാണ്? മരണത്തെ വെല്ലുവിളിച്ചവർ എന്നുള്ളതാണ്. അപ്പോൾ ആ വെല്ലുവിളിക്ക് നേരിടാൻ തയ്യാറായിട്ട് സംഘത്തിന്റെ ആളുകൾ മുന്നോട്ട് പോയപ്പോൾ ഇന്ദിരാഗാന്ധി ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല.